ഹലോ, അപ്പം ഞാനും മിത്തയും കൂടെ ശ്രീലേഖേൻ്റെ വീട്ടിൽ ഈ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഞാൻ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കോഴിക്കോട് നിന്ന് തിരൂർ ട്രെയിൻ കയറി ശ്രീലേഖേൻ്റെ നാടായ തിരൂർ പോയി ഇറങ്ങി. അവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് ആളെ വീട്ടിലേക്കും ചെന്ന് കയറി. ഇനി ട്രെയിനിലൊക്കെ പോയി ആൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം 7:30 ആയിരുന്നു. അപ്പം ഇനി സമയം 7:30 കയ്യിൽ ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാനുണ്ടാവില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾ നേരെ പോയി ഫ്രഷപ്പായിട്ട് അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ശ്രീലേഖേൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു നൈറ്റ് വാക്കിന് പോകാം. അതെ, ആക്ച്വലി അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് ഞാനൊരു മങ്കിയായിട്ട് മാറി. ഐ മീൻ മങ്ക. ഞാനൊരു മങ്കിയായിട്ട് മാറി. അവിടെ പോയി വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിയില്ല. അവിടെ പോയി വന്നിട്ട് ഞങ്ങൾ നേരെ അവളെ അമ്മേനെയും കൂട്ടിയിട്ട് നടക്കാൻ പോയി എന്ന് പറയുമ്പോൾ അവരെ വീട് സിറ്റീൻ്റെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ നെസ്റ്റോ കണ്ടു. നെസ്റ്റോയിലേക്ക് പോവാണ്. സത്യത്തിലേക്ക് വഴിയൊന്നും അറിയില്ല, എന്നാലും ഞാൻ വെറുതെ മുന്നിൽ പോവാണ്. അപ്പം നെസ്റ്റോ കണ്ടപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ പോയി കയറി. ഡീലൊക്കെ നോക്കി വെക്ക്, എന്തൊക്കെയാണ് വലിയ ഡീലുള്ളത് മാർക്കറ്റിംഗ് ടെക്നോളജീസ് പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഡീൽ അറിയാം? അവിടെ കയറിയിട്ട് പിന്നെ വെറും കൈയോടെ വരാൻ പറ്റൂലല്ലോ. അപ്പം ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലും ഡ്രിങ്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. അതേപോലെ തന്നെ മിത്തയൊന്ന് വാങ്ങിച്ചു. ടേസ്റ്റ് കുറഞ്ഞ ജ്യൂസ് ഉള്ള ആൾക്ക് മണ്ടി അല്ലട്ടോ. അപ്പൊ ഈ ഉറപ്പായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വന്ന വഴി വീട്ടിലേക്ക് തിരിച്ചടന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് ഈവനിങ് അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റൊന്നും പറയുന്നില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീറ്റ് റെഡിയായിട്ട് ശ്രീലേഖേൻ്റെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശി മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വീട്ടിൽ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്ത വ്ളോഗ് ഇതുവരെയും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ ആ ഒരു വ്ളോഗ് ഇടുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ ആ ഒരു വീട് മിത്തയ്ക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ പോയി. വെറുതെ വീട് കാണിക്കാൻ മാത്രമല്ല അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ മിത്തേനെ സാരി കൊടുത്ത് ഒന്നും കൂടെ ഒരുക്കിപ്പിച്ചിട്ട് മലയാളി മങ്കിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയത്. ഇനി ആ ഒരു വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ചുമര് മൊത്തം പെയിൻറ്റിങ്സ് ആണ്. അങ്ങനെ അവിടെ പോയി മുത്തശ്ശനെയും മുത്തശ്ശിനെയൊക്കെ ഒന്നും കൂടെ കണ്ടു. പിന്നെ അതിനുള്ളത് പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടു. ഞങ്ങൾ മിത്തയ്ക്ക് കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മിത്തേൻ്റെയും പിന്നെ ഞങ്ങളെയും കുറച്ചൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ശ്രീലേഖേൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു. ഉച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫുഡിനുള്ള ടൈമാണല്ലോ. അപ്പം അമ്മ അവിടെ നല്ല സദ്യ സെറ്റപ്പാക്കി വെച്ചിരുന്നു കേട്ടോ. സദ്യേൻ്റെ കൂടെ ഞങ്ങൾക്ക് ചിക്കനും കൂടെ ഉണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈവനിങ് അമ്മേനെയും കൂട്ടിയിട്ട് പുറത്ത് പോകുമെന്ന് വിചാരിച്ച്. പുറത്ത് പോയി ഞങ്ങൾ ഫസ്റ്റ് പോയതൊരു കഫേയിലാണ്. അവിടെ പോയി പലരും പലതുമാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കേക്കും കൂടെ ഓർഡർ ചെയ്ത് കേക്ക് കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷോപ്പിങ്ങിനായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനല്ല, ജസ്റ്റ് ഷോപ്പുകളൊക്കെ ഒന്ന് കയറി കാണാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ പോയി, ട്രെൻഡ്സിൽ പോയി, പിന്നെയും കുറേ പേരറിയാത്ത കടകളിലൊക്കെ പോയി. പിന്നെ ഈ കടകളൊക്കെ കയറിയതിൻ്റെ ഇടയിൽ ഒട്ടും ഷോപ്പ് ചെയ്തില്ലെന്ന് പറയാനും പറ്റില്ല. മിത്തതിൻ്റെ ഇടയ്ക്ക് 2 ഡ്രസ്സ് എടുത്തു. ഇതിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെ വീട് ഇങ്ങനെ സിറ്റീൻ്റെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും പോകണമെങ്കിൽ ഭയങ്കര എളുപ്പമാട്ടോ. ഇനി നടന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാം, അല്ല വണ്ടിക്ക് വേണമെങ്കിൽ അങ്ങനെയും പോവാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രീലേഖേൻ്റെ വീട്ടിലുള്ള സെക്കൻഡ് ഡേയും കഴിഞ്ഞു കേട്ടോ. ഇനി തേർഡ് ഡേ സൺഡേ ആയിരുന്നു. സൺഡേ ഞങ്ങൾ മൂവി ഡേ ആയിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് എണീറ്റപ്പോൾ തന്നെ മിത്തയ്ക്ക് കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതിൽ പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി നേരെ വിട്ടു നെസ്റ്റോയ്ക്ക്. അവിടുന്ന് കേക്ക് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കേക്ക് കഴിച്ചു പിന്നെ തിയേറ്ററിലേക്ക് നടന്നുപോയി. വേറെ ഒന്നുമല്ല, തിയേറ്റർ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നടന്നുകൊണ്ട് ആവശ്യമുള്ളൂ. തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നേരെ പോയത് അവിടെ അടുത്തുള്ളൊരു കഫേക്കായിരുന്നു കേട്ടോ. അവിടെ പോയി കോഫി വിത്ത് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുഞ്ഞാവ് വന്നിരുന്നു കേട്ടോ. ആ കുഞ്ഞാവേനെ പോയി പരിചയപ്പെട്ടു. പിന്നെ കഫേന്റെ മുന്നിൽ നിന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടി അവിടെ ഉള്ളവരൊക്കെ നോട്ട് ഏറ്റുവാങ്ങിന്ന് പറയാലോ. ജിഷ്മിക്ക് തിരിയാൻ പേടിയാണ്. ഈ ബ്ലോഗറായ ജിഷ്മിക്ക് തിരിയാൻ പേടിയാണ് ഗൈസ്. എന്താണ് പിന്നെ ഈ സാധനത്തിൽ പണ്ടേതാണോ? താങ്ക്സ്.
അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ റെഡിയായി. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് വെച്ചാൽ തുഞ്ചൻപറമ്പാട്ടോ. തുഞ്ചൻപറമ്പിൽ എന്തൊക്കെ പ്രോഗ്രാം നടക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. തുഞ്ചൻപറമ്പ് പോയിട്ട് അവിടുത്തെ പ്രോഗ്രാംസ് കുറച്ച് നേരം കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴി ഞാൻ ഭാവിയിലൊരു യൂട്യൂബർ ആകാൻ നല്ല ഒരു സാധ്യതയുള്ള ഒരു അങ്കിളിനെ കണ്ടു കേട്ടോ. ഹായ് ഗൈസ്, ഞാൻ എല്ലാവരും ഇവിടെ വരിക. നല്ല നല്ല സർവത്ത്, നാടൻ സർവത്ത്, നല്ല നല്ല നന്നാരി സർവത്ത്, ഉപ്പിലിട്ടത്, പിന്നെ മോരും വെള്ളം, പിന്നെ നമ്മളെ സാധാ സർവത്ത്. എന്തായാലും പറഞ്ഞ പോലെ അവിടുന്ന് നല്ല സർബത്തൊക്കെ കുടിച്ച് അതേപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിട്ടാട്ടെ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നത്. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോരുന്ന വഴിയാണ് ശ്രീലേഖയ്ക്ക് അവൾ ഓടുന്ന ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ടൊരാഗ്രഹം. സംഭവം എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഒരു എഫക്റ്റ് ഇട്ട ഒരു സംഭവമാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അവൾ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ശ്രീലേഖേൻ്റെ വീട്ടിലുള്ള 3rd ഡേയും ഫുള്ളായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ട്രെയിൻ പിടിച്ച് കോഴിക്കോട്ടേക്ക് തിരിച്ചു ഗൈസ്.